അപ്പോഴേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എൻ്റെ പൊന്നി നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുടെ മുഖച്ഛായകളൊക്കെ പ്രശ്നങ്ങളായി മാറുകയാണല്ലോ. ഇതിപ്പോൾ മലയാള സിനിമ മാത്രമല്ല, ഇതിപ്പോൾ ഏത് മേഖലകളിൽ നോക്കിയിരുന്നാലും വിഷയമുണ്ട്. ഇത് സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല, പുരുഷന്മാർക്ക് നേരെയുള്ള പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുരുഷന്മാർ അധികം പുറത്ത് പറയാറില്ല, സ്ത്രീകൾ ഇതാഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു നടി ആ സിനിമയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല നടിയൊന്നും. പക്ഷേ ഇപ്പോൾ വരുന്നു, സിദ്ദീഖിനെതിരെ പറയുന്നു, അടുത്ത് റിയാസ് ഖാനെതിരെ പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ സിദ്ദീഖ് അദ്ദേഹം എന്ന് വിളിക്കുമ്പോൾ ആൾക്കാർ പറയുമോ അദ്ദേഹം എന്ന് വിളിക്കുന്നതിന്, ഇപ്പം മൊത്തം പുള്ളിക്കെതിരെയാണല്ലോ, രാജിവെച്ചു. അപ്പോൾ മൊത്തത്തിലൊരു ഒരു വിഷയമാണല്ലോ ഇത്. എന്താണ് ഇപ്പോൾ ആരുടെയൊക്കെ പേരിലൊക്കെയാണ് ഇതൊക്കെ വരുന്നത്, ആരുടെ പേരിലോട്ട് തന്നെ പോകുന്നതെന്നുള്ളതൊക്കെ അറിയുമ്പോഴേ ഇതൊരു ടോട്ടലി പ്രശ്നമായിട്ടുള്ളൊരു സംഭവമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഇത് ഒന്ന് മലയാള സിനിമ ഒന്ന് പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. അതായത് മെയിൻ ധാരകളിലുള്ള നടിമാരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു വന്ന നടിമാരൊക്കെയാണ്. ഇത് രേവതി സമ്പത്ത് അങ്ങനെ എന്തോ പേര്. അപ്പോൾ അവരെ വച്ചിട്ടാണിത് സംഭവം കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അവർ 2021 ആ ഒരു സമയത്ത് സിദ്ദീഖിനെതിരെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കെതിരെ പരാതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും വന്നില്ല. ഇപ്പോൾ എന്തായാലും അവരെ കറക്റ്റായിട്ട് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇത് അവരെ കൊണ്ടുവന്ന് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചതാണോ എന്തായാലും അവർ ബോൾഡായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ നടി ഉഷ, പഴയ നടി ഉഷ ഇപ്പോഴുള്ള നടി തന്നെയാണ്. അപ്പോൾ അവർ ഇപ്പോഴുള്ള ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ ബോൾഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ ഇപ്പോൾ പറയുന്നതാണ്, അവസരങ്ങൾ കുറഞ്ഞപ്പോൾ പറയുന്നതാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവർ 1992 കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. അതിൽ അവർ കറക്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അപ്പോഴും പറയുന്നുണ്ട്. അപ്പോഴും അവരുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാള സിനിമയിൽ വരുന്ന യുവനടിമാരുടെ അടുത്ത് അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന നടിമാരുടെ അടുത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, വരുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊരു മാഫിയ സംഘമാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മലയാള സിനിമയെ മാഫിയ സംഘം എന്ന് വിളിച്ചത് ഇവരായിരിക്കും, ഉഷ എന്ന് പറയുന്ന നടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാഫിയ സംഘമാണ്, ഞാനിതിൽ പെട്ടുപോയി, അപ്പോൾ നിങ്ങൾ വരുന്നവർ വളരെ സൂക്ഷിച്ചും കണ്ടു വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രാപ്പിൽ പെട്ടുപോകും എന്ന് അവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നു. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടും. 92 ഇന്റർവ്യൂ ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇത് തിലകൻ സാർ അദ്ദേഹം പറയുന്നതിന് മുമ്പേ ഉഷ എന്ന് പറയുന്ന നടി അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ പറയുന്നു എല്ലാം ബോൾഡായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട് കേട്ടോ, അതൊരു വേറൊരു സത്യം. പക്ഷെ അത് മലയാള സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലായിരുന്നാലും നമ്മളിപ്പോൾ പറയുമ്പോൾ അത് പ്രശ്നമൊന്നും പറയില്ല. എല്ലാ ഈ കായിക മേഖലകളിൽ പൊതുസമൂഹത്തിൽ ഒക്കെ ഉണ്ട് ചൂഷണങ്ങൾ. അത് പുരുഷന് നേരെയും സ്ത്രീകൾക്ക് നേരെയും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു ശുദ്ധീകരണം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇനി ആരെയൊക്കെ പേര് വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരുടെ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല, നമുക്കത് ഭയങ്കര ഫീലിങ്സ് ഉണ്ടാകും. പക്ഷേ എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക, പിന്നെ ഈ ചില നമ്മൾ പറയില്ല, ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും ഇതിനൊക്കെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കിത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലരാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് പ്രതികരിക്കുന്നവരുണ്ട്. ഇപ്പം എന്തായാലും ഈ ഒരു നടിയെ കറക്റ്റായിട്ട് പൊക്കിക്കൊണ്ടത് മുൻനിരയിലുള്ള നായിക കാര്യങ്ങളോ ഒന്നും അല്ല. എന്തായാലും അവരെ വെച്ചിട്ട് കുറേ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സിദ്ദീഖ്. പുള്ളി രാജിവെച്ചിട്ടുണ്ട്. ചുമ്മാ വന്നിട്ട് കുറെ ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ. എന്തായാലും ഇത് പെടയല്ലേ, എന്താ സംഭവിക്കില്ല, നമുക്കൊന്ന് ക്ലിക്കാവാന്ന് വെച്ചിട്ട് വന്ന് പെട്ടെന്ന് ഒരു ആരോപണങ്ങൾ കൊണ്ട് വരാവുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും പൊക്കി വിടുന്ന, അല്ലെങ്കിൽ കുറച്ച് പിറകെ നിന്ന് പുഷ് ചെയ്ത് തള്ളി നീ ചെന്ന് ഒരു ആരോപണം പറഞ്ഞു അവനും അതുപോലെ പ്രശ്നമാവും, അല്ലെങ്കിൽ നീയും ക്ലിക്കാവും എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെട്ടിരിക്കുന്നെങ്കിൽ അതൊക്കെ മോശമായ സംഭവമാണ്. ആരോപണങ്ങൾ ചുമ്മാ ഉന്നയിച്ചാൽ പോരാ, അതിന് തെളിവും കാര്യങ്ങളും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ ചുമ്മാ പ്രമുഖരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ നടന്നിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് തെളിവും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അതിന് ശക്തമായ നടപടികൾ വേണം. അത് സിനിമയിൽ മാത്രമല്ല, അത് മൊത്തത്തിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മലയാള സിനിമ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമില്ല, ക്ഷേമ കമ്മീഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ഇതിപ്പോൾ ഒന്ന് പിടിച്ചു കുലുക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ വയനാട് വിഷയമൊക്കെ ഇതിപ്പോൾ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ആൾക്ക് മീഡിയാസ് എല്ലാം തട്ടിമാറ്റി അത് ഇതിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് പോകുമ്പോൾ അടുത്ത വിഷയം വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞിരുന്നാലും, ഇതിപ്പോൾ ഇതിൻ്റെ ചൂട് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് മലയാള സിനിമ, ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു ഇതും ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, മായിക ലോകമാണ്, മായിക പ്രപഞ്ചമാണ്. അവിടെ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളും പൈസയും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ആക്കിയാണ് ചിലപ്പം ചിലർ പോകുന്നത്. ചിലർ അല്ലാതെ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് അവരുടെ കഴിവിനെ ബേസ് ചെയ്തിട്ട് പോകും. ഇത് ടോട്ടലി ഉള്ളൊരു വിഷയമാണ്. ഇതിങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു താക്കീതാവുകയും അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പോവുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചൊക്കെ വരുന്ന ഒരുപാട്, അതിനെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് നടന്മാരുണ്ട്, നടിമാരുണ്ട്. ഒരു നടനാവണം, ഒരു നടിയാവണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്നവർ, അവരെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ഒരു കാരണവശാലും പോകരുത്.
എന്നുള്ളതാണ്. അത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി അപ്പോൾ.